Hello, my beautiful souls. Welcome back to my channel. An answer for your question: should wait or move on? നിങ്ങളുടെ ലൈഫിലെ ഒരു സിറ്റുവേഷൻ, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ നിൽക്കുന്ന ചില പ്ലേസ് ഉണ്ടായിരിക്കണം അല്ലെ, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ചില ആളുകൾ. അത് ഇനിയും കാത്തിരിക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തു പോകണോ? എന്താണ് അതിൽ നിങ്ങൾ കേൾക്കേണ്ടത്? എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഓർ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഇവിടെ 2 സ്റ്റോൺസ് കാണാൻ സാധിക്കും, ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, അഗെയിൻ ഇറ്റ്സ് എ ജനറിക് റീഡിംഗ്. സോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുക. സോ സെലക്ട് എ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1, ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ ഫ്രം ദ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ഓർ മൂവ് ഓൺ ചെയ്യണോ? തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ. ലെറ്റ്സ് സീ. ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ. നിങ്ങളുടെ ലൈഫിലെ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ആൻസർ ഫോർ യു. നിങ്ങൾ അതിൽ ഇനിയും കാത്തിരിക്കണോ, ഇനിയും വെയിറ്റ് ചെയ്യണോ, ഓർ അതൊന്ന് ഇറങ്ങി വരണോ? വെയിറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ പോസിറ്റീവ് മെസ്സേജ്. സോ യു ഹാവ് മെനി മോർ തിങ്സ് ടു എക്സ്പീരിയൻസ് ദെയർ. സോ നിങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ കൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, റീകണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ അവിടുന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ചില കാര്യങ്ങൾ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓവർ. അവിടുന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിൻ ചെയ്യും. എഡ്യൂക്കേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അഡ്മിഷൻസ്. പോസിറ്റീവായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വീണ്ടും ശ്രമിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈവൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എൻഡ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് എൻഡ് ആവുന്നത്. ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ എൻഡ് ആവുന്നത്, ഒരു സൈക്കിൾ ആണ് അവിടെ എൻഡ് ആവുന്നത്. സോ ഡെഫിനറ്റ്ലി അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. സോ പ്രോബബ്ലി നിങ്ങൾക്ക് തോന്നും ഇതോട് കൂടിയിട്ടെല്ലാം എൻഡ് ആണ്. സോ അവിടെ ഒരു ചാൻസ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. നിങ്ങൾ എന്ത് ലൈഫിൽ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു പോസിബിലിറ്റിയും കാണണം എന്നില്ല അല്ലെ. പക്ഷെ അത് വീണ്ടും വരും, അല്ലെങ്കിൽ അതിന്റെ ഒരു പുതിയൊരു വേർഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് അവസ്ഥയാണോ പോയിട്ടുള്ളത് ആ ഒരു അവസ്ഥ മാത്രമാണ് എൻഡ് ആവുന്നത്, ആ ഒരു സൈക്കിൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ മാത്രമാണ് ക്ലോസ് ആവുന്നത്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ഒരു ലാക്നെസ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കുക അല്ലെ, ഓർ ഇത് ഇല്ല, ഈ ഒരു കാര്യേ ഉണ്ടാവില്ല നിങ്ങളുടെ ആ ഒരു ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പോകുന്ന ഒരു ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഒരു കാര്യേ ഇതിന്റെ ഒരു സൈനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത ചാപ്റ്ററിലോ അല്ലെങ്കിൽ അതിനടുത്ത ചാപ്റ്ററിലോ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വീണ്ടും വരും, വീണ്ടും ഉണ്ടാവും ഈ ഒരു കാര്യം, നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യും. കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ, മീറ്റ് ചെയ്യോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, or എന്താണോ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ അത് ഗിവ് അപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നോ, ഗിവ് അപ്പ് ചെയ്യാറായിട്ടില്ല. നിങ്ങൾക്കത് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും എന്ന് കരുതി നിങ്ങൾ ഈ ഒരു സമയം അത് വരുന്നത് വരെ അതിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കേണ്ടതായിട്ടില്ല. ഈവൻ അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒരു ഫ്ലോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു വരിക, പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കുക, സമാധാനമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരാൻ ശ്രമിക്കുക. ഇത് ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുക. ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് പുതിയ പുതിയ സിറ്റുവേഷൻ ആയിരിക്കാം. സോ ആക്സെപ്റ്റ് ഇറ്റ്. സോ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ കണക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രഷർ കൊടുക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള എഗ്രിമെന്റ്സ്, അനാവശ്യമായിട്ടുള്ള ഒരു ഡിസിഷൻസ് ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ചിലത് ലൈക്ക് നിങ്ങൾ ചില കണ്ടീഷൻസ് വെക്കരുത്. ഈ ഒരു എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ പോകുന്ന ഈ ഒരു ലൈഫിന്റെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ കണ്ടീഷൻസ് വെക്കരുത്. അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല, ഈവൻ അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രഷറും കൊടുക്കേണ്ടതായിട്ടില്ല. സോ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ,
അത് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുമോ എന്നുള്ളതായിരിക്കാം, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നുള്ളതായിരിക്കാം, പെർമനന്റ് ജോബ് കിട്ടുമോ എന്നുള്ളതായിരിക്കാം, ഗവൺമെന്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ്. പെർമനന്റ് ജോബ് നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നത് അത് വരുമോ വരില്ലേ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ യെസ് ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണേണ്ടതുണ്ട്. പക്ഷെ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റം ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ കാണാൻ വില്ലിങ് ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ ചില കാര്യത്തിലേക്ക് നോക്കുന്നില്ല. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുന്നില്ല. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ വേറെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളല്ല ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. അനാവശ്യമായിട്ടുള്ള പ്രഷർ നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, ഈ ഒരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരും, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ആൻഡ് അഗെയിൻ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഹോൾഡ് ചെയ്തു വെക്കാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ കാണാതെ പോകുന്നത്, അതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. സിറ്റുവേഷൻ, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് കോൺവെർസേഷൻ ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു വ്യക്തത ഉണ്ടാവും. ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നാളെ കിട്ടും. ഓക്കെ, ഒരുപാട് ടൈം എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. Alright, so there is no doubt on that. So എന്താണോ ഈ ഒരു കാര്യം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതായിരിക്കാം. സോ വർക്ക് ചെയ്യുക. ഓക്കെ, ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശ്രമം വേണ്ടാത്തൊരു പ്ലേസ് ആണ്, നിങ്ങളുടെ എഫേർട്ട് വേണ്ടാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എഫേർട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ വേറെ കാര്യങ്ങളായിട്ട് ഫോക്കസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അടുപ്പത്തൊരു സാധനം വെച്ചിരിക്കുകയാണ്. ചോറ് വെച്ചിട്ട് അപ്പൊ തന്നെ അത് കുക്കായിട്ട് വരില്ല അല്ലെ. നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം, പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ? വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? റൈറ്റ്, അത് അവിടെ കിടന്ന് ആയിക്കോളും. നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, സോ അതിന്റെ ശ്രദ്ധ വേണ്ട ടൈമിൽ അതായിട്ട് നിങ്ങൾക്ക് അതിന് സൈൻ കിട്ടും. അടുപ്പത്ത് വെച്ച് ചോറ് തിളച്ചു വരുന്നത് പോലെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അറിയും അല്ലെ. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള അറ്റൻഷൻ വേണ്ട സമയത്ത് അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൈൻ തരും. ഓക്കെ, അത്രമാത്രം ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, സോ എന്താണോ നിങ്ങൾ വിട്ട് കളയണോന്ന് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചില ആളുകൾക്ക് അത് കോൺവെർസേഷൻ ആണ്, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2. Hey, group number 2. Should wait or move on? നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനസ്സിലാലോചിക്കുക. ആൻഡ് ലെറ്റ്സ് സീ, ഷുഡ് വെയിറ്റ് ഓർ മൂവ് ഓൺ. ഇതിൽ നിങ്ങൾ കാത്തിരിക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ, ഓർ എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? ലെറ്റ്സ് സീ, തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ. Should you wait or move on? Group number 2. നിങ്ങൾ ഇതിൽ വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? ലെറ്റ്സ് ടേക്ക് വൺ മോർ ഷഫിൾ. Group number 2. Should wait or move on? Are you ready? Should wait or move on? Wait. നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ? ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ എന്താണോ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇറ്റ്സ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇറ്റ്സ് ഓൾറെഡി നിങ്ങളുടെ ആണ്. നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, മെന്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് വിട്ടുകളയണോ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ മേ ബി ലൈക്ക് ആ ഡീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ വിടണോ എന്നുള്ളതായിരിക്കാം ചില ആളുകളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് ലൈഫ് ആയിരിക്കാം. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളയണോ, ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയണോ, ഈ ഒരു പാർട്ട്ണർഷിപ്പ് വിട്ടുകളയണോ? ബട്ട് ഇറ്റ്സ് ഓൾറെഡി നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഭാഗമാണ്.
ഓക്കെ, നിങ്ങൾ ആ ഒരു പേടി കൊണ്ടാണ്, നിങ്ങളുടേതല്ല എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടുകളയാൻ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി നിങ്ങളുടെയാണ്. ഓക്കെ, should wait or move on. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം അല്ലെ, അതിന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പിടിച്ചു വെക്കാൻ നോക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, ആ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവര് സന്തോഷമായിട്ടാണോ നിൽക്കുന്നത്, അവർ ജെന്യൂൻലി അവർ ഹാപ്പി ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിലും അകന്ന് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർ ഹാപ്പി ആണോ? സിറ്റുവേഷൻ നിങ്ങൾ മാറി നിൽക്കുന്നതുകൊണ്ട് അവർ ഹാപ്പി ആണോ? നിങ്ങൾ കൂടെ നിൽക്കുന്നതുകൊണ്ട് അവർ ഹാപ്പി ആണോ? അത് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് കണക്ട് ചെയ്തു പോവാം. കാരണം നിങ്ങൾ എന്താണോ മൂവ് ഓൺ ചെയ്യണമെന്ന് ചോദിക്കുന്നത് ഓൾറെഡി നിങ്ങളുടേതാണ് അത്. ഓക്കെ, വെയിറ്റ് ഓൺ മൂവ് ഓൺ. സോ നിങ്ങൾ എന്താണോ ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കോ ആ ഒരു കാര്യത്തിനോ അവിടെ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിനും നിങ്ങളെ വേണം, നിങ്ങളുടേതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. സിറ്റുവേഷൻസ് കാരണമായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങൾക്ക് നീങ്ങേണ്ടി വരാം ചില പ്ലേസിന്ന്. ഓക്കെ, സോ ചില കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതിന് അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിൽക്കേണ്ടതായിട്ടുണ്ടോ? ചിലത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ലെസൺ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ വിചാരിച്ചാലും മാറ്റി വെക്കാൻ പറ്റാത്ത ചില കാര്യമായിരിക്കാം. അത് ചില ആളുകൾക്ക് ചില ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം. ചില ഇമോഷൻസ് നമുക്ക് പറിച്ചു മാറ്റി വെക്കാൻ സാധിക്കില്ല അല്ലെ, നമ്മളത് ഡീൽ ചെയ്ത് പോവാ. നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി നിങ്ങൾക്ക് നിങ്ങളുടെ കൈ മുറിച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? അത് കൂടെ കൊണ്ടുപോകേണ്ട കാര്യമല്ലേ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ കണക്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു കാര്യം അതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമാണ്, ഇത് ലൈഫിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം ഇല്ല, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾക്കത് രണ്ടുപേർക്കും വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, രണ്ടുപേർക്കും അവിടെ ഹാപ്പിയാണ്, എന്താണോ അത്, വസ്തുവാണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അത് വേറൊരാൾക്കും അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, നിങ്ങൾക്ക് അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. വർക്ക് ചെയ്യുക, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളത് വിട്ടുകളയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും ലൈഫിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്കത് മാറ്റി വെക്കാൻ പറ്റില്ല. സോ ആവശ്യമില്ലാത്തൊരു ഫൈറ്റ് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോവാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതൊന്ന് പുറത്തേക്ക് വരാൻ നോക്കുക. ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഇന്റൻസ് കുറച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിൽക്കാൻ പാടില്ലാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇറങ്ങി വരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില ആളുകളായിരിക്കാം, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കണക്ഷൻ ആയിരിക്കാം അല്ലെ. ബട്ട് പ്രോബബ്ലി നിങ്ങൾക്ക് അവിടെ രണ്ടുപേർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ബട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലി വരുന്ന സമയത്ത്, റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യാണ് വേണ്ടത്. ബട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതിന് ആ ഒരു കാര്യത്തെ ഒരാൾക്കും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചില സോൾ കണക്ഷൻ പോലെ ആ ഒരു ബന്ധം ഒരാൾക്കും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലി നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത പ്ലേസ് ആയിരിക്കാം. സോ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യാണ് വേണ്ടത്. എന്റേത് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ആർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഈ ഒരു കാര്യം ചില ആളുകൾ ഇത് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്.
ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ നിൽക്കേണ്ടതാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു സന്തോഷക്കുറവ് എവിടേക്കോ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ വളരെ ഇമോഷണലും ഒരാൾക്ക് അവിടെ ഇമോഷൻസും ഉണ്ടാവുന്നില്ല. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് പോകുന്നത്. ഈവൻ നിങ്ങൾക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു കാര്യമോ ആളുകളോ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ. ഓക്കെ, ആൻഡ് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്തു വരാം. ബട്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യമാണ്, വരേണ്ട കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി ആണത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. ഡിഫറെന്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ. രണ്ടാൾക്ക് ഒരേപോലെ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് വർക്ക് ഇറ്റ് ഓൺ. അത്ര സിമ്പിൾ ആണത്. കാരണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യത്തിന് അവിടെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു മാരേജ് ലൈഫ് ആയിരിക്കാം. മാരേജ് ലൈഫ് അഗെയിൻ അവിടെ നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? പക്ഷെ അവിടെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്, ചില കൺഫ്യൂഷൻസ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, പ്രാക്ടിക്കലി എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഉത്തരം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എന്തിലാണോ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നത്, ആ സന്തോഷമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്ലേസിന് സന്തോഷമാണോ, നിങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് സന്തോഷമാണോ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ നിങ്ങളുടെ പ്രസൻസിൽ സന്തോഷമായിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രസൻസിൽ നിങ്ങൾ സന്തോഷമായിട്ടാണോ നിൽക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം കൂടെ ഇല്ല, മൂവ് ഓൺ, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.